ടാക്ടിക്സിലേക്ക് സ്വാഗതം. എൻ്റെ കൂടെ ഹാരിസ് നെന്മാറ. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ അനായാസം തന്നെ ഒരു ഇന്നിംഗ്സിന് 140 റൺസിനും വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് മത്സരം ഇതിൽ അല്ലാതെ മറ്റൊരു റിസൾട്ട് പ്രതീക്ഷിച്ചിരുന്നു ഹാരിസ്? ഇല്ല, പിന്നെ അപ്രതീക്ഷിതമായിട്ടൊന്നും ശരിക്കും സംഭവിച്ചിട്ടില്ല അഹമ്മദാബാദിൽ നിന്നാണ്. പക്ഷെ 2.5 ദിവസം കൊണ്ടൊക്കെ കളി തീരുമോ എന്ന് നമ്മൾ പിന്നെ ആലോചിച്ചിരുന്നു. ശുഭ്മാൻ ഗില്ലിൻ്റെ ഒരർത്ഥത്തിൽ ശുഭ്മാൻ ഗില്ലിൻ്റെ പ്ലാൻ അത് തന്നെയായിരിക്കും. ഇന്നലെ ഒരു 440 മുകളിൽ റൺ സ്കോർ ചെയ്യുന്നു, പെട്ടെന്ന് തന്നെ ഡിക്ലെയർ ചെയ്യുന്നു. അപ്പോൾ 3-ാം ദിനം കൊണ്ട് തന്നെ ഒരു പകുതിയോടുകൂടി കളി തീർക്കാം എന്നായിരിക്കും ശുഭ്മാൻ ഗില്ലിൻ്റെ പ്ലാൻ. ഇത് കൃത്യമായി ഇന്ത്യൻ ബോളർമാർ നടപ്പിലാക്കുന്നു എന്നുള്ളതാണ്. അതിൽ നമ്മൾ എടുത്തു പറയേണ്ട പേരുകൾ പലതുമുണ്ട്. രവീന്ദ്ര ജഡേജ, മുഹമ്മദ് സിറാജ്, ജസ്പ്രീത് ബുംറ, ധ്രുവ് ജുറൈൽ, KL രാഹുൽ, അങ്ങനെ ഒരുപാട് പേരുകൾ ഉണ്ട്. ഈ ഒരു വിജയത്തെ എങ്ങനെ കാണുന്നു? ഇന്ത്യയുടെ ഒരു യുവ ടീമാണ്. ശുഭ്മാൻ ഗിൽ കഴിഞ്ഞ ഇംഗ്ലണ്ട് പര്യടനത്തോടെ ഇന്ത്യയുടെ ക്യാപ്റ്റനായി അവരോധിതനായ മനുഷ്യനാണ്. അപ്പോൾ ഈ ഒരു വിജയം എന്ന് പറയുമ്പോൾ ഇപ്പം വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള മത്സരമാണ് ജയം എന്ന് പറയുമ്പോൾ ഉറപ്പാണ്. അതിലല്ലാതെ മറ്റൊരു റിസൾട്ട് നമ്മൾ ആരും പ്രതീക്ഷിക്കില്ല. പക്ഷേ ഈ ഒരു ജയത്തെ ഈ 2.5 ദിവസം കൊണ്ട് ഇന്ത്യ ഇവരെ തോൽപ്പിച്ചു എന്നുള്ളതിനേക്കാൾ ഉപരി യുവതാരങ്ങൾ ഒരുപാട് തിളങ്ങിയ മത്സരം. അതിനെങ്ങനെ കാണുന്നു? അതിൽ ഈ ധ്രുവ് ജുറൈലിന്റെ പേര് നമ്മൾ ശരിക്കും എടുത്തു പറയാണെന്ന് തോന്നുന്നു. ഋഷഭ് പന്തിന് പരിക്ക് പറ്റിയ സമയത്താണ് ധ്രുവ് ജുറൈൽ ടീമിലേക്ക് വരുന്നത്. അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിന് കിട്ടിയ ആദ്യ അവസരം മുതലാക്കുന്നു, മെയ്ഡ് ഇൻ സെഞ്ചുറി നേടുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സെലിബ്രേഷനൊക്കെ ഇന്നലെ ഭയങ്കരമായി ആഘോഷമായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് KL രാഹുലിൻ്റെയും രവീന്ദ്ര ജഡേജയുടെയും പ്രകടനങ്ങൾ നിർബന്ധമായും എടുത്തു പറയേണ്ടതാണ്. KL രാഹുൽ ഒരു 10-11 വർഷമായി കൊണ്ട് 3, 4, 5, 6 പല പൊസിഷനുകളിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇംഗ്ലീഷ് സീരീസോടുകൂടി കഴിഞ്ഞ കുറച്ച് ഓപ്പണിംഗ് സ്ലോട്ടിൽ അദ്ദേഹം കൃത്യമായി ഒരു സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കുന്നു. ഒരു 500-ലധികം റൺസ് ഇംഗ്ലീഷ് സീരീസിൽ അദ്ദേഹം സ്കോർ ചെയ്യുന്നുണ്ട്. ഇവിടെ അടുത്ത ടെസ്റ്റ് സീരീസിൽ അദ്ദേഹം ഓപ്പണിംഗ് സ്ലോട്ടിൽ ആദ്യ മത്സരത്തിൽ തന്നെ ആദ്യ ഇന്നിംഗ്സ് തന്നെ സെഞ്ചുറി അടിക്കുന്നു എന്നുള്ളതാണ്. വളരെ മനോഹരമായൊരു ഇന്നിംഗ്സ് ആയിരുന്നു അത് എന്നുള്ളതാണ്. 2, രവീന്ദ്ര ജഡേജയുടെ പേര് നമ്മൾ എടുത്തു പറഞ്ഞേ മതിയാവൂ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു 5 പില്ലേഴ്സ് ഇന്ത്യൻ ടെസ്റ്റ് ടീമിലെ അതിൽ എടുത്തു പറഞ്ഞ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ചേതേശ്വർ പൂജാര, അശ്വിൻ, പിന്നെ രവീന്ദ്ര ജഡേജ, ഈ 4 പേരും പോയതിനു ശേഷം ആകെ ടീമിൽ ഇനി അങ്ങനെ ആ കൂട്ടത്തിൽ ബാക്കിയുള്ളത് രവീന്ദ്ര ജഡേജ മാത്രമാണ്. അതെ, വെറ്ററൻ താരമാണ്. ഒരു 35 വയസ്സൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്. രവീന്ദ്ര ജഡേജയും വിരാട് കോഹ്ലിയൊക്കെ ഏതാണ്ട് സമാന. അതെ. പക്ഷേ നമ്മളിപ്പോൾ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയൊക്കെ അവസാന കാലഘട്ടത്തിൽ അവരുടെ ഫോമില്ലായ്മ കൂട്ടിയാണ് അവരുടെ പടിയിറക്കത്തിന് കാരണമെന്നാണ്. പക്ഷേ രവീന്ദ്ര ജഡേജയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഫോമില്ലായ്മ അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളത്. ഇംഗ്ലീഷ് വീഞ്ഞോലാണ്. ഇംഗ്ലീഷ് സീരീസിൽ നമ്മളിത് കണ്ടതാണ്. അതിന്റെ തുടർച്ചയാണ് നമ്മളിവിടെ കണ്ടത്. ഇന്നലത്തെ മത്സരത്തിലൊക്കെ അദ്ദേഹം ഒരു ടെസ്റ്റ് മോഡിലൊന്നും ആയിരുന്നില്ല. പിന്നെ ഒരു ഓവറിൽ 2 ഒരു ഓവറിൽ അദ്ദേഹം 2 സിക്സർ അടിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം എടുത്ത റെക്കോർഡ് ടെസ്റ്റ് ക്രിക്കറ്റിൽ അദ്ദേഹം മഹേന്ദ്ര സിംഗ് ധോണിയെ പിന്നെ ടെസ്റ്റ് ക്രിക്കറ്റിൽ സിക്സറുകളുടെ എണ്ണത്തിൽ മറികടക്കുന്നു. പിന്നീട് പിറ്റേ ദിവസം ഇന്ന് നമ്മൾ കാണുന്നത് ബോളിംഗിൽ ഫസ്റ്റ് സെഷനിൽ തന്നെ അദ്ദേഹം 3 വിക്കറ്റുകൾ പോക്കറ്റിലാക്കുന്നുണ്ട്. ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ പേസർമാരായിരുന്നു കളമാണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ 2-ാം ഇന്നിംഗ്സിൽ 4 വിക്കറ്റ് ജഡേജക്കുണ്ട്, കുൽദീപ് യാദവിന് 2 വിക്കറ്റ് ഉണ്ട്, അപ്പോഴും സിറാജിന് 3 വിക്കറ്റ് ഉണ്ട് എന്നുള്ളതാണ്. ജഡേജയെ സംബന്ധിച്ചൊക്കെ നമുക്ക് പറയുകയാണെങ്കിൽ അദ്ദേഹമൊക്കെ ഒരുപാട് വിമർശനങ്ങൾ ക്രിക്കറ്റ് ലോകത്ത് ഏറ്റുവാങ്ങിയ ഒരു മനുഷ്യൻ. 2012 ധോണി ക്യാപ്റ്റനായിരുന്നപ്പോഴാണ് അദ്ദേഹം ടീമിലേക്ക് വരുന്നത്. ആ സമയം മുതൽ തന്നെ CSK കോട്ടയാണ് അദ്ദേഹം എന്ന് പറഞ്ഞ് വിമർശിക്കുന്നവരുണ്ട്. 2019 ലോകകപ്പ് അടക്കുന്ന സമയത്തൊക്കെ സഞ്ജയ് മഞ്ചേരിക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഇദ്ദേഹം ഒരു ബിറ്റ് ആൻഡ് പീസ് കളിക്കാരൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊട്ടും പൊടിയും അങ്ങനെ എപ്പോഴെങ്കിലൊക്കെ തിളങ്ങുന്ന കളിക്കാരൻ എന്ന് പറഞ്ഞ് വിമർശിക്കുന്നുണ്ട്. പക്ഷെ അന്ന് മുതൽ തന്നെ അദ്ദേഹം പിന്നെ ഈ വിമർശകർക്ക് ബാറ്റ് കൊണ്ട് മറുപടി കൊടുക്കുന്നുണ്ട്. ഓൾറൗണ്ടർ ജഡേജയുടെ ബാറ്റിംഗ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ജഡേജ ശരിക്കും ഇതിന് മുമ്പേ ഉള്ള ഒരു പൊസിഷനിൽ ഇറക്കാൻ പ്രാപ്തനായ ഒരു കളിക്കാരനാണ്. ആഭ്യന്തര ക്രിക്കറ്റിൽ 2 ട്രിപ്പിൾ സെഞ്ചുറി ഉള്ള മനുഷ്യനാണ് ജഡേജ. അതെ, ഇതിൽ ഇപ്പോൾ 6-7 പൊസിഷനിലാണ് അദ്ദേഹം ഇംഗ്ലീഷ് സീരീസിൽ സ്ഥിരമായി ഇറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ആ പൊസിഷനുകളിൽ ഇറങ്ങിയിട്ട് പോലും അദ്ദേഹം 500-ന് മുകളിൽ റൺ സ്കോർ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. കഴിഞ്ഞ ഒരു 1500-ലധികം ദിവസമായി കൊണ്ട് വേൾഡ് ടെസ്റ്റ് പിന്നെ ഓൾറൗണ്ടർ റാങ്കിങ്ങിൽ അദ്ദേഹം 1-ാം സ്ഥാനത്ത് നിലനിൽക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. അതിന് 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന താരവുമായി 100 പോയിന്റിന്റെ വ്യത്യാസത്തിലാണ് രവീന്ദ്ര ജഡേജ ഇപ്പോഴും ടെസ്റ്റ് റാങ്കിങ് ഓൾറൗണ്ടർ. പിന്നെയുള്ളത് ഈ ടീം നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു സീരീസിൽ വൈസ് ക്യാപ്റ്റൻസി കൂടി. അതായത് നമ്മൾ ഋഷഭ് പന്തിന് പരിക്ക് കാരണം ഇദ്ദേഹത്തിനാണ് വൈസ് ക്യാപ്റ്റൻസി. അദ്ദേഹം ഈ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം കിട്ടുന്ന സമയത്ത് പോലും അദ്ദേഹം വൈസ് ക്യാപ്റ്റൻസി എന്നിൽ ഏൽപ്പിച്ചത് ഒരു വലിയൊരു കാര്യമാണെന്ന് കൊണ്ട് അദ്ദേഹം പറഞ്ഞു. ആക്ച്വലി രവീന്ദ്ര ജഡേജ കുറച്ച് മുമ്പേ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു താക്കോൽ ചുമതല കൊടുക്കാൻ പ്രാപ്തനായ ഒരു കളിക്കാരനായിരുന്നു. CSKയുടെ ക്യാപ്റ്റനായിട്ട് അദ്ദേഹം ആ സമയത്ത് പരാജയമായിരുന്നെങ്കിൽ, അത് പരാജയം എന്ന് പറയാൻ പറ്റില്ല കാരണം ആ സമയത്ത് ഒരുപാട് അധികാരമൊക്കെ ഉള്ള ഒരു CSK ടീമാണ്, IPL ആണ്.
പക്ഷേ രവീന്ദ്ര ജഡേജക്ക് വൈസ് ക്യാപ്റ്റൻസി അദ്ദേഹം അങ്ങ് ആസ്വദിച്ച പോലെയാണ് എനിക്ക് അതെ feel അതെ ചെയ്തത്. അതെ അതെ പ്രത്യേകിച്ച് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഒരു തലമുറ മാറ്റത്തിന്റെ സമയത്തൊക്കെ നമ്മളൊരു അനുഭവ സമ്പത്ത് കൂടി ബ്ലെൻഡ് ചെയ്തുകൊണ്ടുള്ള ഇപ്പോൾ ജസ്പ്രീത് ബുംറ അനുഭവ സമ്പത്തുള്ള കളിക്കാണ്. പക്ഷേ ജഡേജ കുറച്ചുകൂടി ലീഡർഷിപ്പ് റോളിൽ കുറച്ചുകൂടി ടീമിനെ നയിക്കാൻ പറ്റിയൊരു മനുഷ്യനാണ്. പ്രാപ്തനായിട്ടുള്ള ഒരാളാണ്. അതെ മാത്രമല്ല ഈ ജഡേജയുടെ ബാറ്റിംഗ് നോക്കുമ്പോൾ നമ്മളിപ്പം 2 ട്രിപ്പിൾ സെഞ്ചുറി അടിച്ചൊരു ഈ രഞ്ജി ട്രോഫി അല്ലെങ്കിൽ രഞ്ജി ട്രോഫി മത്സരത്തിൽ രണ്ട് ട്രിപ്പിൾ ട്രോഫി എന്ന് പറയുമ്പോൾ ട്രിപ്പിൾ സെഞ്ചുറി എന്ന് പറയുമ്പോൾ അധികം ആരും നേടാത്തൊരു ഇതാണ്. ഇപ്പോൾ ഒരുപക്ഷെ ഒരു ചേതേശ്വർ പുജാര നേടിയിട്ടുണ്ടാവാം. ഇന്ത്യയിലെ മറ്റ് മുൻനിരക്കാർ ആരും നേടാത്തൊരു സംഭവമാണ്. അതായത് അദ്ദേഹം ആ ഒരു പൊസിഷനിൽ ഇറങ്ങി തട്ടുപൊളിപ്പൻ പ്രകടനം കാഴ്ചവെച്ച് ട്രിപ്പിൾ സെഞ്ചുറി അടിക്കുക എന്ന് പറയുമ്പോൾ ഒരു വലിയ കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രവീന്ദ്ര ജഡേജയുടെ ബാറ്റിംഗ് ആവറേജ് നോക്കുമ്പോൾ ഭയങ്കര കൗതുകമായിട്ടുള്ളൊരു സംഭവമുണ്ട്. അതായത് ഇന്ത്യയുടെ മധ്യനിരയിൽ വർഷങ്ങളായിട്ട് കളിച്ചൊരു മനുഷ്യനാണ് അജിങ്ക്യ രഹാനെ. അജിങ്ക്യ രഹാനയുടെ ടെസ്റ്റ് ആവറേജിനേക്കാളും കൂടുതലാണ് രവീന്ദ്ര ജഡേജയുടെ ടെസ്റ്റ് ബാറ്റിംഗ് ആവറേജ്. അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ബാറ്റിംഗ് എബിലിറ്റി നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. അത് മാത്രമല്ല ഇപ്പം ഈ ഒരു സീരീസിൽ അദ്ദേഹത്തിന് കൃത്യമായ ഒരു പൊസിഷൻ കൊടുത്തിട്ടുണ്ട്, 6th പൊസിഷൻ. അത് ഇതിനു മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇതിനു മുമ്പ് ചിലപ്പം 7ാമനായിട്ട് ഇറക്കുന്നു, 8ാമനായിട്ട് ഇറക്കുന്നു, 9ാമനായിട്ടൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിന് ഈ ഒരു സീരീസിൽ അദ്ദേഹത്തിന് ഈ ഒരു സീരീസിലും കഴിഞ്ഞ സീരീസിലൊക്കെ അദ്ദേഹത്തിന് ഒരു പൊസിഷൻ കൃത്യമായിട്ട് ഇന്ത്യൻ ടീം നിശ്ചയിച്ചു എന്ന് വേണം കരുതാൻ. ഇംഗ്ലീഷ് സീരീസിൽ നമ്മളിത് എടുത്തു പറയേണ്ട കുറേ സംഗതികളുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ലോർഡ്സിലൊക്കെ അദ്ദേഹം ഈ ലോർഡ്സിൽ ടെസ്റ്റ് പരാജയപ്പെടുന്ന സമയത്ത് ശരിക്കും നമ്മൾ എല്ലാ പ്രതീക്ഷകളും കൊടുത്തിരുന്നത് ജഡേജയിലാണ്. 22 റൺസ് മതിയായിരുന്നു ഒന്ന് ജയിക്കാൻ. അദ്ദേഹം നോൺ സ്ട്രൈക്കർ സെന്റിൽ നിൽക്കുന്നു, സിറാജിന്റെ വിക്കറ്റ് പോകുന്നു, അവിടെ കളി തീരുന്നു. പിന്നെ അടുത്ത മത്സരം ഓൾഡ് ട്രാഫോർഡാണ്. ഓൾഡ് ട്രാഫോർഡിൽ കളി നമ്മൾ തിരിച്ചു പിടിച്ചതും ആ കളി സമനിലയിലായതും ആ പരമ്പരയെ ഓവലിലേക്ക് അതിന്റെ ആവേശം നീട്ടിക്കൊണ്ടുപോകുന്നതും പരമ്പര സമനിലയിലാവുന്നതിനൊക്കെ ഉള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ജഡേജയാണെന്ന് പറയാൻ സാധിക്കും. അന്ന് പിന്നെ ഓൾഡ് ട്രാഫോർഡിൽ പറഞ്ഞ ആ സെഞ്ചുറി എന്നൊക്കെ പറഞ്ഞാൽ അത് മാറ്റത്തിട്ട് സ്റ്റോക്സ് വന്നിട്ട് പെൻ സ്റ്റോക്സ് വന്നിട്ട് കൈ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിർത്തു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ആ സെഞ്ചുറി അടിച്ചതിന് ശേഷം വാഷിംഗ്ടൺ സുന്ദറിനോടൊപ്പം ആ നിർണായക കൂട്ടുകെട്ട് ഉയർത്തുന്നു. ഓൾഡ് ട്രാഫോർഡിൽ സമനിലയാകുന്നു. പിന്നീട് അത് ഓവലിലേക്ക് പോകുന്നു. ഓവലിൽ നമ്മൾ ചരിത്ര ജയം കുറിക്കുന്നു. ഇതിലൊക്കെ ഒരു കൃത്യമായ റോള്, വലിയ റോൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഈ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ടെസ്റ്റ് മതിയാക്കിയതിനു ശേഷം ഞാൻ ആ സമയത്ത് പ്രതീക്ഷിച്ചിരുന്നത് ഒരു പക്ഷേ രവീന്ദ്ര ജഡേജയും അദ്ദേഹം ഈ ടെസ്റ്റ് വിരമിക്കും എന്നുള്ള രൂപത്തിൽ തന്നെയാണ്. കാരണം ഇവർക്കൊപ്പമാണ് T20 മത്സരങ്ങൾ, കഴിഞ്ഞ T20 ലോകകപ്പോട് കൂടിയിട്ട് അവർ വിരമിക്കുന്നു. അതുപോലെ തന്നെ അതിനൊപ്പം തന്നെ രവീന്ദ്ര ജഡേജയും വിരമിക്കുന്നു. രവീന്ദ്ര ജഡേജയും വിരാട് കോഹ്ലിയും സെയിം ഏജ് ആണ്. അവർ ഏതാണ്ട് ആ ഒരു കാറ്റഗറിയിലുള്ള ആളാണ്. പക്ഷെ ആ സമയത്ത് ഒരുമിച്ച് T20 മത്സരങ്ങൾ അവസാനിപ്പിക്കുന്നു. ടെസ്റ്റിൽ അവസാനിപ്പിച്ചപ്പോൾ അത് മാത്രമല്ല രവിചന്ദ്ര അശ്വിനും ടെസ്റ്റ് മത്സരങ്ങൾ അവസാനിപ്പിക്കുന്നു. അപ്പം ജഡേജയെ സംബന്ധിച്ചിടത്തോളം കാലം കഴിഞ്ഞു എന്നുള്ള രീതിയിലായിരുന്നു കഴിഞ്ഞ ഇംഗ്ലീഷ് പര്യടനത്തിന് തൊട്ട് മുമ്പ് വരും. പക്ഷേ കഴിഞ്ഞ ഇംഗ്ലീഷ് പര്യടനത്തോടു കൂടി അദ്ദേഹം ഒരു ഫോം എന്ന് പറയുമ്പോൾ ഇതിലും ഫോമുള്ള മറ്റൊരു കളിക്കാരൻ ഇപ്പോൾ ഇല്ല. തീർച്ചയായും പ്രത്യേകിച്ച് സീനിയർ താരങ്ങൾക്കിടയിൽ. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഇനിയും കുറേ കാലം കളിക്കാനുണ്ട്. ഇദ്ദേഹം എപ്പോഴാണ് വിരമിക്കുക എന്ന് അദ്ദേഹത്തിൻ്റെ ഫോമുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സംഗതി കൂടിയാണെന്നുള്ളത്. ഇതിൽ മറ്റൊന്ന് എടുത്തു പറയാനുള്ളത് മത്സരത്തിൽ കുറേയധികം പിന്നെ മൊമെന്റ്സ്, വളരെ മനോഹരമായ മൊമെന്റ്സ്. നിതീഷ് കുമാർ റെഡ്ഡിയുടെ നല്ല ക്യാച്ച് ഉണ്ടായിരുന്നു. അതെ, അതും ചന്ദ്രപോളിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഒരു സിറാജിന്റെ മകനാണ്. അദ്ദേഹത്തെ വലിയ പ്രതീക്ഷയിൽ കൊണ്ടുവന്നാണ്. പിന്നെ ഇന്ത്യൻ സ്പിന്നർമാരെ നേരിടാൻ ഞങ്ങളുടെ കയ്യിലെ പടക്കോപ്പ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നാണ്. അദ്ദേഹം സമ്പൂർണ്ണ പരാജയമായി പോകുന്ന ഈ സീരീസിൽ 1ാം മത്സരത്തിൽ തന്നെ. പിന്നെ ഷായ് ഹോപ്പിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഈ മത്സരത്തിൽ ജയ്സ്വാൾ എടുത്തൊരു ക്യാച്ചാണ് എന്നുള്ളതാണ്. അതും മനോഹരമായ ഒരു ക്യാച്ചായിരുന്നു. ജയ്സ്വാൾ പലപ്പോഴും ഈ ഡ്രോപ്പ് ക്യാച്ചുകളുടെ പേരിൽ വിമർശനം നേരിട്ടിരുന്നു ഇംഗ്ലീഷ് സീരീസിൽ. ഒറ്റ മത്സരത്തിലൊക്കെ 4 ക്യാച്ചൊക്കെ ഇട്ടിരുന്നു. പക്ഷേ ഈ സീരീസിൽ അതുപോലെ തന്നെ ജുറയിലും നമ്മൾ എടുത്തു പറയണം. ജുറയിൽ പിന്നെ കീപ്പിംഗിൽ ഇന്നലെ ഒരു പിന്നെ ഈ വൈഡ് ബോളൊക്കെ വളരെ മനോഹരമായി ക്യാച്ച്, അത് ഭയങ്കരമായിട്ട് വൈറലായി. കാരണം ജുറയിൽ ഉണ്ടാകുമ്പോൾ വൈഡ് ആൾ വേണ്ടെന്ന് പറഞ്ഞിട്ട്. അതെ. അപ്പോൾ ഒരുപടി ഇതിലിപ്പോൾ പ്രത്യേകിച്ച് ഇനി നമുക്ക് എടുത്തു പറയാം വെസ്റ്റ് ഇൻഡീസുമായി നടക്കുന്ന ഒരു പരമ്പര എന്തായിരിക്കും അതിന്റെ അവസാനം. അതെ, അത്രയേ ഉള്ളൂ. ഇത് നമ്മൾ ഇപ്പം ചില സിനിമകളിലൊക്കെ കാണാം, ഭയങ്കര ശക്തനായ ഒരു എതിരാളി താൻ ഭയങ്കര ശക്തനാണ് എന്ന് സ്ക്രീനിൽ തെളിയിക്കാൻ വേണ്ടി വളരെ ദുർബലനായ ഒരു എതിരാളിയെ അടിച്ചിടുക എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ. അത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത് ആ ഒരു ലൈനിലാണ്. അത് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് പഴയ വെസ്റ്റ് ഇൻഡീസ് ഒന്നും അല്ല. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. വെസ്റ്റ് ഇൻഡീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളൊരു വെസ്റ്റ് ഇൻഡീസ് ഇപ്പം 90കളുടെ അവസാനമൊക്കെ കളി കണ്ട ഒരാൾ എന്നുള്ള നിലക്ക് വെസ്റ്റ് ഇൻഡീസ് എന്ന് പറയുമ്പോൾ ഈ കട്ട്ലി ആംബ്രോസും കോട്നി വാൽഷൊക്കെ പന്തെറിയാൻ വരുമ്പോൾ തന്നെ നമുക്കൊരു പേടിയാണ്. ആംബ്രോസിൻ്റെയൊക്കെ പന്തുകൾ ബൗൺസ് ചെയ്ത് പോകുന്നു. സച്ചിനും മറ്റൊക്കെ ആ സമയത്ത് നിൽക്കുന്നൊക്കെ നമുക്ക് ഇവരുടെ പന്തുകൾ പോലും വന്യമായ പന്തുകളാണ്. ലാറയൊക്കെ ഉള്ള സമയത്ത് എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ വെസ്റ്റ് ഇൻഡീസ് എന്ന് പറയുമ്പോൾ നേപ്പാളിനോട് പോലും തോറ്റൊരു വെസ്റ്റ് ഇൻഡീസാണ്. അപ്പോൾ ഇതിൽ കൂടുതലുള്ളൊരു ഫലം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അതെ,
അപ്പോൾ കളി അവസാനം ഇനിയിപ്പോൾ രണ്ടാമത്തെ മത്സരത്തിൽ ദേവദത്ത് പടിക്കലിന് അവസരം കൊടുക്കുമോ എന്നുള്ള സായ് സുദർശൻ പരാജയമായിരുന്നു. അപ്പോൾ പടിക്കലിന് അവസരം കിട്ടുമോ എന്നുള്ളതായിരിക്കും ഇനി രണ്ടാമത്തെ മത്സരത്തിലെങ്കിലും വെസ്റ്റ് ഇൻഡീസ് തിരിച്ചു വരുമോ അല്ലെങ്കിൽ അങ്ങനെ തിരിച്ചു വരാൻ മാത്രമല്ല. കാരണം ഇവരുടെ ഒറ്റ അർദ്ധ സെഞ്ചുറി പോലും ഈ സീരീസിൽ വന്നിട്ടില്ല. ഒരു അർദ്ധ സെഞ്ചുറി പാർട്ട്ണർഷിപ്പ് പോലും ഇല്ല. ഒരു മികച്ച ബാറ്റിംഗ് പ്രകടനം പോലും ഇല്ലാത്തൊരു ടീമിൽ നിന്ന് ഇനി നിങ്ങൾ എന്ത് പ്രതീക്ഷിക്കണം എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ. അതുകൊണ്ട് ചിലപ്പോൾ ഓസ്ട്രേലിയക്കെതിരെയൊക്കെ വന്ന് ടെസ്റ്റ് കളിച്ച് പോകുക എന്നുള്ള ഒരു അവസ്ഥയാണ് ഓസ്ട്രേലിയക്കെതിരെയൊക്കെ 14 ഓവറിലൊക്കെ ചുരുട്ടിക്കെട്ടി അവർ മൊത്തത്തിൽ സീരീസ് കളിക്കാൻ മൊത്തത്തിൽ വന്ന ഓസ്ട്രേലിയ വിൻഡീസിൽ വന്നൊരു 14 ദിവസം കൊണ്ട് പരമ്പരയും കൊണ്ട് തിരിച്ചു പോയി എന്ന് പറഞ്ഞതുപോലെ വളരെ സിമ്പിളായിട്ട് അടുത്ത മത്സരം ചിലപ്പോൾ 2-2.5 ദിവസമോ 3 ദിവസം കൊണ്ടൊക്കെ തീർന്ന്. സിറാജ് ഈ മത്സരത്തിൽ സിറാജും ബുംറയും നന്നായിട്ട് പന്തെറിഞ്ഞു. സിറാജ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സൈക്കിളിൽ ഇപ്പോൾ സിറാജാണ് സ്റ്റാർക്കിനെയും മറികടന്ന് പിന്നെ വിക്കറ്റ് വേട്ടക്കാരുടെ പട്ടികയിൽ മുന്നിലുള്ളത്. ബുംറ രണ്ടാമത്തെ ഇന്നിംഗ്സിൽ വിക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല. പക്ഷേ ഒന്നാമത്തെ ഇന്നിംഗ്സിൽ അദ്ദേഹത്തിന് വിക്കറ്റ് ഉണ്ട്. 3 വിക്കറ്റിൽ 2 വിക്കറ്റുകൾ. പിന്നെ യോർക്കർ ബൗൾഡ്, അതും വളരെ സോഷ്യൽ മീഡിയയിലൊക്കെ തരംഗമായി ഓടിക്കൊണ്ടിരിക്കുന്നത്. ബുംറയെ സംബന്ധിച്ചിടത്തോളം സിറാജിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒരു പ്രാക്ടീസ് മാച്ച് പോലെയാണ്. കാരണം 2 ദിവസം കൊണ്ട് ഇവർ എറിഞ്ഞിടുക. അതായത് ഇന്ത്യ അത്രയും ആത്മവിശ്വാസത്തോടു കൂടിയാണ് കളിക്കുന്നത്. അത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ 2 ദിവസം കൊണ്ട് തന്നെ വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ചിരിക്കുകയാണ്. ഇനിയൊരു മാറ്റം അടുത്ത ടെസ്റ്റുകളിലെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമോ എന്നുള്ളത് നമുക്കിനി കണ്ടറിയേണ്ടിയിരിക്കുന്നു.